ബഹുമാനപ്പെട്ട നമ്മുടെ SMDC അംഗങ്ങളെ, ഞാൻ തിരുവനന്തപുരം താലൂക്ക് ഓഫീസിൽ നിന്നും ഫസ്റ്റ് ഗ്രേഡ് സർവേയറായിട്ട് റിട്ടയർഡായ ഒരു വ്യക്തിയാണ്. 2013 ജൂലൈ 10 കൊല്ലം സർവീസ് കിട്ടി. പക്ഷേ എൻ്റെ ജോലി റാങ്ക് ലിസ്റ്റ് വരുന്നത് 2008-ലാണ്. അവസാനം ഞങ്ങൾ 110 പേർക്ക് ഇവര് ജോലിയിൽ പ്രവേശിക്കാനുള്ള ഉത്തരവ് തരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസ് ചാർജ് ചെയ്തു. 2008 മുതൽ ഞങ്ങൾക്ക് ജോലിയിൽ കിട്ടേണ്ടതാണ് 110 പേർക്ക്. 2013 വിധി വന്നു 110 പേരെ ജോലിയെടുക്കാൻ. അങ്ങനെ ഞങ്ങൾ 2013 ജോലിയിൽ പ്രവേശിച്ചു. അങ്ങനെയാണ് പങ്കാളിത്ത പെൻഷൻ കാരണം ആയത് ഞാൻ. പക്ഷേ പഴയ ഉത്തരവ് പ്രകാരം എനിക്ക് 2008 മുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടേണ്ടതായിരുന്നു. ഇന്ന് എന്റെ കൂടെ ജോലിയിൽ കയറിയ പലരും ഇന്നും സർവീസിലുണ്ട്. ഞാൻ പഴയ ഒരു പട്ടാളക്കാരൻ കൂടിയാണ്. LPയുടെ സർവീസ് വെച്ചിട്ട് ഞാൻ 60 വയസ്സിൽ കഴിഞ്ഞ കൊല്ലം ഞാൻ പെൻഷനായി. പക്ഷെ പട്ടാളത്തിന് പെൻഷൻ പ്രത്യേകമുണ്ട്. അതല്ല, ഇതിലെനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 2100 രൂപയാണ് കിട്ടുന്നത്. എന്റെ ബാങ്ക് 4,13,000 രൂപ പിടിച്ചു വെച്ചിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് അത് നമ്മളെ കരുതേൽപ്പിക്കുകയാണ് അവര്. കാരണം നോർമൽ ഒരു ബാങ്കിൽ സീനിയർ സിറ്റിസന് 8.5% ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇതിൽ 5 കിട്ടുന്നുണ്ട് ബാങ്കുകാർ. ഞാൻ അതിന് ഇന്നലെ പോയി സംസാരിച്ചു. ആദ്യം പറഞ്ഞ് ഈ പൈസ തിരിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പെൻഷനായിട്ട് തരുന്ന പൈസയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അതായത് പങ്കാളിത്ത പെൻഷനായിട്ട് നമുക്ക് കിട്ടുന്നത്. സർക്കാരിൽ നിന്ന് പങ്കാളിത്ത പെൻഷനാകുന്ന ഒരു വ്യക്തി സർക്കാരിന്റെ യാതൊരു വിധമായ ബാധ്യത അവരില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിരസനം തള്ളുകയാണ് ചെയ്യുന്നത്. അതിനാൽ നമ്മുടെ ഈ സംഘടന അതിശക്തമായിട്ട് സമരപരിപാടികളായിട്ട് പോയി നമ്മുടെ അവകാശം നേടിയെടുക്കുക തന്നെ വേണം. ഞാൻ ഇത് പല പ്രാവശ്യം അറിയാം, മോഹൻ സാറിന് അറിയാം. എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഇത് സംഘടിപ്പിക്കുന്ന സമയത്തിന് ഞാൻ എല്ലായിടത്തും എത്തിച്ചേരുന്നുണ്ട്. ഞാൻ പിന്നെ ഒരു കാര്യമുണ്ട്, ഞാനൊരു സർവേയർ ആയതിന്റെ പേരിൽ ഒരു പ്രൈവറ്റ് അളവിന്റെ പേരായി 2000 രൂപ എന്നെ സംബന്ധിച്ചിട്ട്. അതേസമയം മറ്റുള്ള ഈ പറഞ്ഞ എല്ലാവർക്കും അങ്ങനത്തെ ഒരു സാഹചര്യം കിട്ടാൻ വഴിയില്ല. അതായത് ഒരു പ്രൈവറ്റ് ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ഈ കിട്ടുന്ന മരുന്ന് വാങ്ങാൻ പോലും പലർക്കും കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു പ്രയാസം നമുക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് സർക്കാർ വന്നിട്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നമ്മളെ എല്ലാവരെയും അതിന്റെ ഒരു പോളിസി മറ്റുള്ള ഗവൺമെന്റ് ഇവിടെ പല സ്ഥലങ്ങളിലും വന്നിട്ട് സംസ്ഥാനങ്ങളിലും വന്നിട്ട് പങ്കാളിത്ത പെൻഷനിലേക്ക് മാറ്റി സ്റ്റാറ്റ്യൂട്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞു. പക്ഷെ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഈ സർക്കാർ ചെയ്യുന്നില്ല. അതിനുവേണ്ടി ഇത് എന്ന് നടപ്പിലാക്കുമോ അതുവരേക്കും നമ്മൾ സമരപരിപാടികളായിട്ട് മുന്നിൽ തന്നെ നിൽക്കണം. എല്ലാവരും ഒത്തൊരുമയോടുകൂടെ നിന്ന് ഇതിന്റെ വിജയം നടത്തുന്നവരെ നിൽക്കണം. ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നന്ദി, നമസ്കാരം.